2025 മലയാള സിനിമ 6 വർഷമാണെന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി പറയാവുന്ന ഒരാൾ മോഹൻലാലാണ്. എന്തൊരു കംബാക്ക് എന്ന് പറയുന്നത് ഇതാണ്. കംബാക്ക് എന്ന് പറഞ്ഞ മമ്മൂട്ടി മോഹൻലാലിനെ കുറിച്ച് പറയുന്ന സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു വാക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം അവർ തെളിയിച്ചിട്ടുള്ള പ്രൂവ് ചെയ്തിട്ടുള്ളവരാണ്. എന്നാൽ പോലും 200 കോടി ചിത്രങ്ങളാണ് വന്നത്. ഒരു വർഷം തന്നെ അടിച്ചു കളഞ്ഞു. അതൊന്ന് എമ്പുരാൻ, എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് അല്ല എമ്പുരാൻ, പക്ഷെ ആ കളക്ഷൻ 200 കോടി കവർ 260ഓളം കവർ ചെയ്തതാണ്. തുടരും ഒരു രക്ഷയില്ലാത്ത മോഹൻലാലിനെ നമുക്ക് കിട്ടി. സ്ഥിരം മോഹൻലാൽ ആണെങ്കിൽ പോലും ആ സിനിമയുടെ കഥയും സംഭവങ്ങളും വെച്ച് മോഹൻലാലിനെ കൊണ്ട് ചെയ്യാവുന്നതിന് മാക്സിമം തരുമൂർത്തി ചെയ്തെടുത്തപ്പം മലയാള സിനിമയിൽ ഒരു റെക്കോർഡ് പിറന്നു. അത് പിന്നീട് ലോകം അത് കളക്ട് ചെയ്തെങ്കിൽ പോലും അത് പിന്നെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമ ഹിറ്റായി. അതുപോലെ തന്നെ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം, ഇതെല്ലാം കൊണ്ട് മോഹൻലാൽ തകർത്താടിയ വർഷമാണ് 2025. ഇതിനകത്ത് വേറൊരു വോട്ട് പോലും വരാൻ ചാൻസ് ഇല്ല. 2, നിവിൻ പോളിയുടെ നമ്മൾ ഗംഭീര ഒരു ചിത്രം പ്രതീക്ഷിച്ചിരുന്നു. അതിഗംഭീര ചിത്രമൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഇപ്പം നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. മിക്കവാറും 100 കോടി എത്താൻ ചാൻസ് ഉള്ള സിനിമയാണ് സർവമായ. നിവിൻ പോളിയുടെ നേരത്തെ ഒരു 100 കോടി അടിക്കേണ്ട ഒരു സിനിമ ഉണ്ടായിരുന്നു. അത് നമ്മുടെ പ്രേമമായിരുന്നു. ആ സമയത്ത് ഗംഭീര കളക്ഷൻ ഓടിയപ്പോഴാണ് അതിൻ്റെ ഒറിജിനൽ പ്രിന്റ് ലീക്കായത്. എനിക്ക് തോന്നുന്നത് അത് വെച്ചാണ് തരുൺമൂർത്തി ഒരു സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്, ഓപ്പറേഷൻ ജാവ. അത് യഥാർത്ഥത്തിൽ എന്തോ ഒരു ഒതുക്കൽ അവിടെ നടത്തിയിട്ടുള്ളതാണ്. എന്തായാലും നിവിൻ പോളിയുടെ നല്ലൊരു തിരിച്ചുവരവാണ്. അടുത്ത വർഷങ്ങളിൽ ഇവരുടെയൊക്കെ പ്രോജക്റ്റുകളും ഗംഭീരമാണ്. നിവിൻ പോളിക്ക് അൽഫോൺസ് പുത്തൻ ചിത്രം, ബി ഉണ്ണികൃഷ്ണൻ ചിത്രം, അതുപോലെ തന്നെ ആക്ഷൻ ഹീറോ ബിജു, ഇങ്ങനെ കുറേ ഗംഭീര പ്രൊജക്റ്റുകൾ വില്ലനായിട്ടൊരു പ്രകടത്തി വരുന്നുണ്ട്. അതുപോലെ മോഹൻലാലിന് L365, തരുൺമൂർത്തിയുടെ പടം, ബി ഉണ്ണികൃഷ്ണൻ സിനിമ, ദിലീഷ് പോത്തൻ ചിത്രം. മോഹൻലാൽ തുടരും. സർവം നിവിൻ.